It is a specification provided by Sun Microsystems to develop secured, robust and scalable distributed application. Actually EJB എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക്കേഷൻ ആണ് to create business applications, secured ആയിട്ടുള്ള റോബസ്റ്റ് ആയിട്ടുള്ള ബിസിനസ് ആപ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ സ്കെയിലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്. എന്താണ് സ്കെയിലബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബിസിനസ് ആപ്ലിക്കേഷൻസിൻ്റെ പ്രത്യേകത എന്താണ്? ഡേ ബൈ ഡേ അത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇൻ ഓൾ ആസ്പെക്ട്സ് അത് ഗ്രോയിങ് ആണ്. ഇപ്പം ക്ലയൻസിൻ്റെ എണ്ണം കൂടാം, അതുപോലെ തന്നെ ഡാറ്റ കൂടാം, പുതിയ പുതിയ ഫങ്ഷണാലിറ്റീസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും, ഇപ്പോൾ കോമ്പോണൻസ് കൂടും. അപ്പം നമ്മുടെ ബിസിനസ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് ഡേ ബൈ ഡേ ഗ്രോയിങ് ആണ് ഇൻ ഓൾ ആസ്പെക്ട്സ്. അതുകൊണ്ട് തന്നെ അത് ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ കമ്പോണൻസ് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ ഒരൊറ്റ സിസ്റ്റത്തിന് അത് എല്ലാം കൂടി ചെയ്യാനായിട്ട് പറ്റാതെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കമ്പോണൻസിനെയൊക്കെ നമ്മൾ പല സിസ്റ്റത്തിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പം അതായത് നമ്മൾ ഗ്രോ ചെയ്യുന്നതനുസരിച്ച്, നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യുന്നതനുസരിച്ച് ആപ്ലിക്കേഷനിൽ വ്യത്യാസങ്ങൾ വരുത്തണം, കമ്പോണൻസ് കൂടുതൽ ആഡ് ചെയ്യണം, ദെൻ അതിനെ പല പല സ്ഥലങ്ങളിലേക്ക്, പല പല മെഷീൻസിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും കമ്പോണൻസിനെ. അപ്പോൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ്, അതിനെയാണ് സ്കെയിലബിലിറ്റി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്കെയിലബിലിറ്റി ഉള്ള ആപ്ലിക്കേഷൻസ്, ദെൻ സെക്യൂർഡ് ആയിട്ടുള്ള റോബസ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ, ബിസിനസ് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാനാണ് നമ്മൾ EJB എന്ന സ്പെസിഫിക്കേഷൻ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ സൺ മൈക്രോ സിസ്റ്റംസ്. ദെൻ ഇനി നിങ്ങൾ ഓൾറെഡി സെർവ്ലെറ്റ്സ് പഠിച്ചു. എന്താണ് സെർവ്ലെറ്റ്സിൻ്റെ പ്രത്യേകത? നോർമലി സെർവ്ലെറ്റ്സ് എന്താ ചെയ്യാതെ അക്സെപ്റ്റ് റിക്വസ്റ്റസ് ആൻഡ് പ്രോസസ് ദാറ്റ് റിക്വസ്റ്റ്. ദെൻ എന്ത് ചെയ്യും? സെൻസ് ദ റെസ്പോൺസ്. ഒരു റിക്വസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യും, ദെൻ ആ റിക്വസ്റ്റിനകത്ത് ആ റിക്വസ്റ്റ് എങ്ങനെയാണോ പ്രോസസ്സ് ചെയ്യേണ്ടത് എങ്ങനെയാണോ അതനുസരിച്ച് അതിനെ പ്രോസസ്സ് ചെയ്യും, ദെൻ സെൻഡ് ദ റെസ്പോൺസ് ടു ദ ക്ലയൻറ്റ്. എന്തുകൊണ്ടാണ് അത് ബിസിനസ് ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യാൻ പറ്റാത്തത്? ഇറ്റ് കനോട്ട് ഇംപ്ലിമെൻറ്റ് എനി ബിസിനസ് ഫങ്ഷനാലിറ്റി അല്ലേ. യൂസിങ് സെർവ്ലെറ്റ്സ് വി കനോട്ട് ഇംപ്ലിമെൻറ്റ് എനി ബിസിനസ് ഫങ്ഷനാലിറ്റി. സോ നമ്മൾ സെർവ്ലെറ്റ്സ് മാത്രം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല ഫോർ ബിസിനസ് ആപ്ലിക്കേഷൻ്റെ ക്രിയേഷന് വേണ്ടി. അതിനാണ് നമ്മൾ EJB യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ. യൂസിങ് EJB വി ആർ ഡെവലപ്പിംഗ് അവർ ബിസിനസ് കമ്പോണൻസ് യൂസിങ് EJB. അതായത് വളരെ സെക്യൂർഡ് ആയിട്ടുള്ള കമ്പോണൻസ്, ബിസിനസ് കമ്പോണൻസ് ആണ് നമ്മൾ EJB യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. ദിസ് കമ്പോണൻറ്റ് വിൽ ഇംപ്ലിമെൻറ്റ് ഓൾ യുവർ എൻ്റർപ്രൈസ് ബിസിനസ് ഫങ്ഷനാലിറ്റീസ് അല്ലേ. നമ്മുടെ എല്ലാ ബിസിനസ് ഫങ്ഷനാലിറ്റീസിനെയും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന EJB കമ്പോണൻസ് ആണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. ഇനി അങ്ങനെ ബിൽഡ് ചെയ്യുമ്പോൾ ഈ ബിസിനസ് കമ്പോണൻസ് ഒക്കെ സെർവർ സൈഡിലായിരിക്കും ഉണ്ടായിരിക്കേണ്ടത്. ദെൻ ആദ്യം ഇതിനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ദെൻ ആ ഒബ്ജക്റ്റ് ആയിരിക്കും ക്ലയൻറ്റിൻ്റെ ഓരോ റിക്വസ്റ്റ് വരുമ്പോഴും ആ റിക്വസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്നതും പ്രോസസ്സ് ചെയ്യുന്നതും ഒക്കെ. ഓക്കെ, അപ്പോൾ സെർവർ സൈഡിലുള്ള ബിസിനസ് ഒബ്ജക്റ്റിന്, ബിസിനസ് ലോജിക്ക് അല്ലെങ്കിൽ നമ്മുടെ EJBസിന് ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. ദെൻ ആ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഉള്ളൂ ഓരോ ക്ലയൻറ്റ് റിക്വസ്റ്റുകൾ വരുമ്പോഴും ക്ലയൻറ്റ് റിക്വസ്റ്റിനെയൊക്കെ പ്രോസസ്സ് ചെയ്യുന്നത് ഒബ്ജക്ട്സ് ആണ്. അപ്പം ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒബ്ജക്ട്സിന് ക്ലയൻറ്റ് റിക്വസ്റ്റിനെ പ്രോസസ്സ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഈ ഒബ്ജക്റ്റ് ക്രിയേഷൻ ചെയ്യുന്നത് EJB കണ്ടെയ്നറാണ്. ഓക്കെ, അപ്പോൾ EJB കണ്ടെയ്നർ എവിടെയാണ് ഇരിക്കുന്നത്? സെർവറിനുള്ളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു EJB ആപ്ലിക്കേഷൻ റൺ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആപ്ലിക്കേഷൻ സെർവർ വേണം, നോട്ട് വെബ് സെർവർ. വെബ് സെർവർ എന്താ ചെയ്യുന്നത്? സാധാരണ രീതിയിൽ റിക്വസ്റ്റ് വരുന്നു, അതിനെ പ്രോസസ്സ് ചെയ്യുന്നു, അയക്കുന്നു. ഇതങ്ങനെ മാത്രം പോരാ, അതിന് കുറച്ചുകൂടെ ഫങ്ഷനാലിറ്റീസ് വേണം. അതിനാണ് നമ്മൾ EJBയുടെ കേസിൽ ആപ്ലിക്കേഷൻ സെർവർ യൂസ് ചെയ്യുന്നത്. ദെൻ ആപ്ലിക്കേഷൻ സെർവറിൽ ഉണ്ടാവുന്നത് എന്താണ്? EJB കണ്ടെയ്നർ. സോ EJB കണ്ടെയ്നറാണ് ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒബ്ജക്ട്സ് ആണ് ഓരോരോ ക്ലയൻറ്റ് റിക്വസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന ഓരോ ക്ലയൻറ്റ് റിക്വസ്റ്റിനെയും പ്രോസസ്സ് ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഒബ്ജക്ട്സ് ആയിരിക്കും. ഓക്കെ, ദെൻ ഇനി ഈ ക്ലയൻറ്റ് ഓരോരോ റിക്വസ്റ്റ് അയക്കുമ്പോഴും ക്ലയൻറ്റിന് എപ്പോഴൊക്കെ ആക്സസ് ചെയ്യണോ അപ്പോഴൊക്കെ ഒരു റിമോട്ട് ഇൻ്റർഫേസിലൂടെ ആയിരിക്കും
എന്ത് കിട്ടുന്നത്, ഒബ്ജക്ട്സിലേക്കുള്ള റെഫറൻസ് കിട്ടുന്നത്. സോ ദി ക്ലയൻറ്റ് ആക്സസ് EJB ത്രൂ റിമോട്ട് ഇൻ്റർഫേസ് ടു ഗെറ്റ് ദ റെഫറൻസ് ടു ദാറ്റ് ഒബ്ജക്റ്റ്. സോ ആ ഒബ്ജക്റ്റിലേക്ക് റെഫറൻസ് കിട്ടും, ദെൻ ആ ഒബ്ജക്റ്റ് ആയിരിക്കും ആ റിക്വസ്റ്റിനെ ഹാൻഡിൽ ചെയ്യുന്നത്. To run EJB application, you need an application server. നമുക്കൊരു EJB ആപ്ലിക്കേഷൻ റൺ ചെയ്യണമെങ്കിൽ, നമ്മൾ എഴുതുന്ന EJB ആപ്ലിക്കേഷൻ, നമ്മുടെ കോഡ് നമുക്ക് റൺ ചെയ്യണമെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ സെർവർ ഉണ്ടായേ പറ്റുള്ളൂ. കാര്യം ആപ്ലിക്കേഷൻ സെർവറിനകത്താണ് കണ്ടെയ്നർ, അല്ലെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ സെർവറിനെ വേണമെങ്കിൽ കണ്ടെയ്നറിന് വിളിക്കാം. ആപ്ലിക്കേഷൻ സെർവറിനുള്ളിലാണ് കണ്ടെയ്നർ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഒരു ആപ്ലിക്കേഷൻ EJB ആപ്ലിക്കേഷൻ റൺ ചെയ്യണമെങ്കിൽ എന്ത് വേണം, EJB കണ്ടെയ്നർ വേണം. ബിക്കോസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സെർവർ വേണം. എന്തുകൊണ്ടാണ്, ഈ EJB ആപ്ലിക്കേഷൻ റൺ ചെയ്യണമെങ്കിൽ ഒബ്ജക്റ്റ് ക്രിയേഷൻ നടക്കണം. ആ ഒബ്ജക്റ്റ് ക്രിയേഷൻസ് ഒക്കെ ചെയ്യുന്നത് EJB കണ്ടെയ്നറാണ്. ഇപ്പോൾ സെർവ്ലെറ്റ്സിൻ്റെ കേസിൽ ആരാണ് ഒബ്ജക്റ്റ് ക്രിയേഷൻ നടത്തുന്നത്? ഇപ്പോൾ നമ്മൾ സെർവ്ലെറ്റിൽ പ്രോഗ്രാംസ് എഴുതുമ്പോൾ ആരാണ് ഒബ്ജക്റ്റ് ക്രിയേഷൻ നടത്തുന്നത്? ഹൂ ഈസ് ക്രിയേറ്റിംഗ് ദ സെർവ്ലെറ്റ് ഒബ്ജക്ട്സ്? Servlet objects are created by web containers, not EJB containers. EJB containers la servlet in the case la object creation നടത്തുന്നത് web containers ആണ് അല്ലേ? When you are if you are developing a servlet application, you are not going to create any objects for servlet. അല്ലേ? ഒരിക്കൽ നമ്മളൊരു റിക്വസ്റ്റ് അയച്ചാൽ ആ റിക്വസ്റ്റിനെ പ്രോസസ്സ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് ആണ്, ദെൻ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത് വെബ് സെർവർ ആയിരിക്കും. ഇവിടെയും അതുപോലെ തന്നെ EJB റിക്വസ്റ്റുകൾ, EJBയിലേക്ക് വരുന്ന ക്ലയൻറ്റ് റിക്വസ്റ്റുകളെ ഹാൻഡിൽ ചെയ്യുന്ന ഒബ്ജക്റ്റുകളെ ക്രിയേറ്റ് ചെയ്യുന്നത് വെബ് കണ്ടെയ്നേഴ്സ് ആയിരിക്കും. ദെൻ ഈ വെബ് കണ്ടെയ്നേഴ്സ് ഉണ്ടാവേണ്ടത് വെബ് സെർവേഴ്സിലാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു EJB ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ, റൺ ചെയ്യണമെങ്കിൽ അവിടെ ആപ്ലിക്കേഷൻ സെർവർ ഉണ്ടായിരിക്കണം, വെബ് സെർവർ പോരാ. ഓക്കെ, എന്തുകൊണ്ടാണ് വെബ് സെർവറിൽ EJB ആപ്ലിക്കേഷൻ റൺ ആവാത്തത്? വെബ് സെർവറിനകത്ത് എന്തില്ല? EJB കണ്ടെയ്നർ ഇല്ല. അതുകൊണ്ട് തന്നെ EJB കണ്ടെയ്നർ ഇല്ലെങ്കിൽ ഒബ്ജക്റ്റ് ക്രിയേഷൻ നടക്കില്ല. So EJB application is deployed on the server, so it is called a server side component also. അപ്പോൾ EJB application deploy ചെയ്യുന്നത്, വെക്കുന്നത് അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുന്ന, ബേസിക്കലി അത് ഉള്ളത് സെർവർ സൈഡിലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ സെർവർ സൈഡ് കമ്പോണൻ്റ് എന്ന് വിളിക്കും. ദെൻ EJB കണ്ടെയ്നർ പെർഫോംസ് ലൈഫ് സൈക്കിൾ മാനേജ്മെൻറ്റ്, സെക്യൂരിറ്റി, ട്രാൻസാക്ഷൻ മാനേജ്മെൻറ്റ്, ഒബ്ജക്റ്റ് പൂളിംഗ്. EJB കണ്ടെയ്നറിന് വേറെ കുറേ റെസ്പോൺസിബിലിറ്റി, ഈ ബീൻസിനെയൊക്കെ മാനേജ് ചെയ്യുന്നത് കൂടാതെ വേറെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് കൂടി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ റെസ്പോൺസിബിലിറ്റീസിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ലൈഫ് സൈക്കിൾ മാനേജ്മെൻറ്റ്, റിക്വസ്റ്റ് ലൈഫ് സൈക്കിൾ മാനേജ്മെൻറ്റ്, ദെൻ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ മാനേജ്മെൻറ്റ്, ദെൻ ഒബ്ജക്റ്റ് പൂളിംഗ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്ത് വെക്കും, ദെൻ ആ ഒബ്ജക്റ്റ് ആയിരിക്കും റിക്വസ്റ്റിനെ ഹാൻഡിൽ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. ദെൻ അതുമായിട്ട് സംബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങളെയാണ് ഒബ്ജക്റ്റ് പൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് പൂളിംഗ് ഒക്കെ, ഈ ഒബ്ജക്റ്റ് പൂളിങ്ങും ഈ പറയുന്ന ലൈഫ് സൈക്കിൾ മാനേജ്മെൻറ്റും സെക്യൂരിറ്റി ആൻഡ് ട്രാൻസാക്ഷൻ മാനേജ്മെൻറ്റ്, ഇതൊക്കെയാണ് EJB കണ്ടെയ്നറിൻ്റെ മറ്റ് ചില റെസ്പോൺസിബിലിറ്റീസ്.